ഈ പ്രമോദ് കോട്ടൂളിയെ അതിസമർത്ഥമായി അങ്ങ് പുറത്താക്കി എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോഴിക്കോട്ടെ CPM. പക്ഷേ പരാതിക്കാരൻ്റെ വീടിന് മുന്നിലേക്ക് പ്രമോദ് കോട്ടൂളി അമ്മയെയും മകനെയും കൂട്ടിപ്പോയി സമരമിരിക്കുമെന്ന് ഇവർ കരുതിയിട്ടുണ്ടാകില്ല. അതായത് പ്രമോദിൻ്റേത് പാർട്ടിയോടുള്ള പകവീട്ടലോ അതോ പാർട്ടിയെ പൊളിച്ചെടുക്കലോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ സാധാരണഗതിയിൽ CPM-ൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അയാൾ പണി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കലാണ് ചെയ്യുക. അതല്ല എങ്കിൽ അയാൾ എന്തെങ്കിലും അനക്കമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അയാളെ കൈകാര്യം ചെയ്യലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് 80കളുടെ മധ്യത്തിൽ MV രാഘവൻ പുറത്തു പോയ സമയത്ത് പോലും MV രാഘവനെ സ്വതന്ത്രനായിട്ട് നിൽക്കാനും പ്രവർത്തിക്കാനും ഇവരനുവദിച്ചില്ല. അവസാനം MV രാഘവന് വേറൊരു പാർട്ടിയിൽ പോയി ചേരേണ്ടി വന്നു. ഗൗരിയമ്മ പുറത്തു പോയപ്പോൾ ഗൗരിയമ്മ ഇതുപോലെ ശാരീരികമായി ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും മാനസികമായി അവർ ഗൗരിയമ്മയെ വല്ലാതെ പീഡിപ്പിച്ചു. ഗൗരിയമ്മയ്ക്ക് അവസാനം UDF-ൽ പോകേണ്ടി വന്നു. ഇവിടെ ഒന്നും പോകാതിരുന്ന ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അവരെല്ലാവരും നിശബ്ദരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദശകങ്ങളായി CPM-ൽ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നത് എന്താ? ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കണ്ണൂരിലെ മനു തോമസ് എന്ന് പറഞ്ഞ ആളുടെ കാര്യത്തിലേക്ക് ആദ്യം പോകണം. മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് മനു തോമസ് സ്വയം ഒഴിവായതാണ്. ആ ഒഴിവായ മനു തോമസ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള P. ജയരാജനെതിരെയും P. ജയരാജൻ്റെ മകനെതിരെയും അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല മനു തോമസ് മറ്റു പല ചാനലുകളിലും ചെന്നിട്ട് 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന അഭിമുഖങ്ങളാണ് മനു തോമസ് കൊടുത്തത്. അങ്ങനെ കൊടുത്തിട്ടും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള P. ജയരാജനെതിരെ മനു തോമസ് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അവിടുത്തെ പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ പ്രമോദ് കോട്ടൂളിയുടെ കാര്യം നോക്കൂ. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പ്രമോദ് കോട്ടൂളി എന്താ ചെയ്തത്? പ്രമോദ് കോട്ടൂളി നിശബ്ദനായിരിക്കുന്നതിന് പകരം പ്രമോദ് കോട്ടൂളിയുടെ മാതാവിനെയും മകനെയും കൂട്ടി ആരാണോ പണം കൊടുത്തതെന്ന് ആരോപണം ഉന്നയിച്ച ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാനാണ് കോട്ടൂളി പോയത്. അതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനെ തുടർന്ന് അയാൾ വളരെ ബില്ലിജറൻ്റായിട്ട് ഈ പാർട്ടിക്കെതിരായിട്ട് നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, എന്നെ കുരുക്കിയവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് പറഞ്ഞു, ഞാൻ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു, ഞാൻ പാർട്ടിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു, സെൻട്രൽ കൺട്രോൾ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് പാർട്ടി ഇപ്പം തന്നെ പാർട്ടിയുടെ ആദ്യത്തെ പത്രക്കുറിപ്പ് എന്തായിരുന്നു? ആദ്യത്തെ പത്രക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയത് കൊണ്ട് പുറത്താക്കി. എന്തൊരു അബ്സർഡിറ്റിയാണിത്. ഇപ്പം ഞാൻ പറയട്ടെ, 2006 എന്നെ പുറത്താക്കിയതാണ്. എന്നെ പുറത്താക്കിയപ്പോൾ എനിക്ക് തന്ന ചാർജ് ഷീറ്റിൽ എന്താ പറഞ്ഞിരുന്നത്? മലപ്പുറം സമ്മേളന കാലഘട്ടത്തിൽ ഞാൻ വാർത്ത ചോർത്തി, അതുകൊണ്ട് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളവരെ എല്ലാം പുറത്താക്കുമ്പോൾ ആ പുറത്താക്കിയതിൻ്റെ കാരണങ്ങൾ എണ്ണി CPM പറയാറുണ്ട്. എന്നാൽ പ്രമോദ് കോട്ടൂളിയുടെ കാര്യത്തിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആരോപണം ഉന്നയിച്ച ആളുടെ വീട്ടിൽ മുമ്പിൽ പോയി ആൾ സത്യാഗ്രഹം ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? CPM വാലും ചുരുട്ടി ഓടി. ഒറ്റ മിനിറ്റ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പ്രമോദ് കോട്ടൂളിയുടെ പുറകെ CPM നടക്കുകയാണ്. ഇത് പുറത്തു കൊണ്ടുവരാൻ പാടില്ല. കാരണം പ്രമോദ് കോട്ടൂളിക്ക് അവിടെയുള്ള വിഭാഗീയ നേതാക്കന്മാരും അവരുടെ വൃത്തികേടുകളെല്ലാം നന്നായി അറിയാവുന്ന ആളാണ്. ഞാൻ ഒറ്റ സെൻസ് കൊണ്ട് തീർത്തോളാം. ഈ പ്രമോദ് കോട്ടൂളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 8-10 വർഷക്കാലം മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ആ മുഹമ്മദ് റിയാസുമായി തെറ്റിക്കഴിഞ്ഞപ്പോൾ അയാൾ എളമരം കരീമിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി. എളമരം കരീം അയാളെ CIT-യുടെ ജില്ലാ സെക്രട്ടറിയായി. അപ്പോൾ എളമരത്തിൻ്റെ വൃത്തികെട്ട ഇടപാടുകളും മുഹമ്മദ് റിയാസിൻ്റെ വൃത്തികെട്ട ഇടപാടുകളും ആദ്യാവസാനം അറിയാവുന്ന ആളാണ് പ്രമോദ് കോട്ടൂളി. അതുകൊണ്ട് പ്രമോദ് കോട്ടൂളിയെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ജനം ചാനൽ വിളിച്ചപ്പം പ്രമോദ് കോട്ടൂളിയെ കിട്ടാത്തത് നമ്മൾ മനസ്സിലാക്കുക. ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വൃഥാശ്രമമാണ് CPM ഇപ്പം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.